ഹായ് ഓൾ, വെൽക്കം ടു ഐ പ്ലസ്. ഞാൻ അക്ഷര. ഇന്ന് നമ്മൾക്ക് കേറ്റഡ് പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന സൈക്കോളജിയെ ബന്ധപ്പെട്ടുള്ള 5 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. എത്ര എണ്ണത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞു എന്ന് തീർച്ചയായും കമൻറ്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഒരു വിദ്യാർത്ഥി തൻ്റെ പരാജയങ്ങളെ അംഗീകരിക്കപ്പെടുന്ന കാരണങ്ങൾ കൊണ്ട് ന്യായീകരിക്കുന്ന തരം സമായോജന തന്ത്രമാണ്. ഡിഫൻസ് മെക്കാനിസം, അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന മേഖലയാണ്. ഒരു 8-9 എണ്ണം സ്ഥിരമായിട്ട് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് മാറിയും തിരിഞ്ഞും ചോദിക്കാറുണ്ട്. അപ്പോൾ ഓരോന്നിലും എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇവിടെ നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്? തൻ്റെ പരാജയങ്ങളെ അംഗീകരിക്കപ്പെടുന്ന കാരണങ്ങൾ കൊണ്ട് ന്യായീകരിക്കുന്നത്. അപ്പോൾ ന്യായീകരിക്കുന്ന സമായോജന തന്ത്രം ഏതാണ്? അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് ഒന്ന് നോക്കാം. പ്രക്ഷേപണം, പ്രൊജക്ഷൻ, അനുപൂരണം, കോമ്പൻസേഷൻ, താതാത്മീകരണം, ഐഡന്റിഫിക്കേഷൻ, യുക്തീകരണം, റാഷണലൈസേഷൻ. എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇംഗ്ലീഷ് ടേംസും കൂടി ഇൻക്ലൂഡ് ചെയ്തതെന്ന് പറഞ്ഞു വെച്ചാൽ അവിടെ നമുക്ക് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കണമെങ്കിൽ കൃത്യമായിട്ട് അതിൻ്റെ ഇംഗ്ലീഷോ മലയാളം ടേം അറിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാം. കുറച്ചൊക്കെ എന്താണ് ബൈ ഹാർട്ട് ചെയ്യേണ്ടി വരും ടേംസ്, മലയാളം ടേംസ് പെട്ടെന്ന് എന്താണ് മനസ്സിലാകണമെന്നില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ വരുന്നത് എന്താണ്? ന്യായീകരിക്കുക എന്ന് വരുമ്പോൾ അവിടെ യുക്തീകരണമാണ്. യുക്തീകരണം, റാഷണലൈസ് ചെയ്യുക. നമ്മൾ ഇംഗ്ലീഷിൽ ആ ഒരു ടേം യൂസ് ചെയ്യാറുള്ളതാണ് റാഷണലൈസ് ചെയ്യുക. നമുക്ക് അംഗീകരിക്കുന്ന കാരണങ്ങൾ കൊണ്ട് നമ്മൾ അതിനെ എന്താണ് ന്യായീകരിക്കുന്നെങ്കിൽ അത് യുക്തീകരണമാണ്. ഇനി പ്രക്ഷേപണം, പ്രൊജക്ഷൻ. പ്രക്ഷേപണം എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ കയ്യിലുള്ള കുറവുകൾ അല്ലെങ്കിൽ തെറ്റുകൾ എന്താണ് നമ്മൾ മറ്റുള്ളവരുടെ മേൽ പഴിചാരിക്കൊണ്ട് ആ ഒരു രീതിയിലുള്ള സമായോജന തന്ത്രത്തെയാണ് നമ്മൾ എന്ത് പറയാം? പ്രക്ഷേപണം എന്ന് പറയുന്നത്. ഇനി അനുപൂരണം. അനുപൂരണം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വന്നില്ലെങ്കിൽ കോമ്പൻസേഷൻ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ കണക്ട് ചെയ്യാനായിട്ട് വരും. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു കുറവുണ്ട്, അപ്പം നമ്മൾ മറ്റൊരു മേഖലയിൽ നമ്മൾ എക്സൽ ചെയ്യുന്നു. ഉദാഹരണത്തിന് ക്ലാസ്സിൽ പഠനത്തിൽ വളരെ പിന്നാക്കം നിൽക്കുന്ന ഒരു കുട്ടി നന്നായിട്ട് പാട്ട് പാടുന്നു, ആ മേഖലയിൽ എക്സൽ ചെയ്യുന്നു, അതിൽ സന്തോഷിക്കുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്ക് അതെന്താണ്? അത് കോമ്പൻസേഷൻ അല്ലെങ്കിൽ അനുപൂരണമാണ്. അടുത്ത താതാത്മീകരണമാണ്. ഒരു പ്രായത്തിൽ മിക്കവാറും എല്ലാവർക്കും ഉണ്ടായിരിക്കുന്നതാണ്. ഈ താര ആരാധനയൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ എന്താണ്? ഇപ്പോൾ ഒരു ഏതെങ്കിലും ഇഷ്ടപ്പെട്ട നടൻ്റെ ഒരു സിനിമ വിജയിക്കുന്നു, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ക്രിക്കറ്റ് താരം ഒരു മത്സരത്തിൽ സെഞ്ചുറി നേടുന്നു, അത് നമ്മുടെ വിജയമെന്ന് നമ്മൾ കരുതിക്കൊണ്ട് നമ്മളതിൽ സന്തോഷിക്കുന്നു. അത്തരം സമായോജന തന്ത്രത്തെ പറയുന്നതാണ് താതാത്മീകരണം അല്ലെങ്കിൽ ഐഡൻറ്റിഫിക്കേഷൻ. അവരുടെ വിജയം നമ്മുടെ തന്നെ എന്ന് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ അതെന്താണ്? ഐഡൻറ്റിഫിക്കേഷനാണ്, താതാത്മീകരണമാണ്. അപ്പം നമുക്ക് റാഷണലൈസേഷനും ആ കൂട്ടത്തിൽ മനസ്സിലായിട്ടുണ്ട്. എന്താണ്? യുക്തീകരണം. അടുത്ത ചോദ്യം. സയൻസ് പഠിപ്പിക്കുന്ന ടീച്ചറോടുള്ള താല്പര്യം മൂലം ആ വിഷയം ഒരു വിദ്യാർത്ഥി ഇഷ്ടപ്പെടുന്നു. ഇവിടെ അടിസ്ഥാനമാക്കുന്ന പഠന നിയമം ഏതും? നമുക്ക് തോൺട്രേക്കിൻ്റെ പഠന നിയമങ്ങൾ പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അനുബന്ധ നിയമങ്ങൾ പഠിക്കാനായിട്ടുണ്ട്. ആ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും ഈ ഒരു സ്റ്റേജിലൂടെ കടന്നു പോയിട്ടുണ്ടായിരിക്കും അല്ലേ? ടീച്ചറിന് ഇഷ്ടമായതുകൊണ്ട് ആ സബ്ജക്റ്റ് പഠിക്കുകയും ടീച്ചറിന് ഇഷ്ടമല്ലാത്ത സബ്ജക്റ്റ് പഠിക്കാതിരുന്നുള്ള ഒരു ബാല്യം നമുക്കൊക്കെ ഉണ്ടായിരുന്നു കാണും. അപ്പോൾ അതുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. നോക്കിക്കും, ഫലപ്രാപ്തി നിയമം ലാ ഓഫ് ഇഫക്റ്റ് ആണോ? അനുബന്ധന നിയമം ലാ ഓഫ് അസോസിയേഷൻ ആണോ? ആവർത്തന നിയമം ലാ ഓഫ് എക്സസൈസ് ആണോ? പ്രത്യക്ഷണ നിയമം ലാ ഓഫ് പെർസെപ്ഷൻ ആണോ? അപ്പോൾ എവിടെ എന്താണ് ഒരു കണക്ഷനാണ് വരുന്നതല്ലേ? അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലേക്ക് എത്താം അനുബന്ധന നിയമം അല്ലെങ്കിൽ ലാ ഓഫ് അസോസിയേഷൻ. ഇതിൽ ഫലപ്രാപ്തി നിയമവും ആവർത്തന നിയമവും മെയിനായിട്ടുള്ള നിയമങ്ങൾ വരുന്നതാണ്. അനുബന്ധന നിയമവും പ്രത്യക്ഷണ നിയമവും അസോസിയേറ്റ് നിയമങ്ങളായിട്ട് അനുബന്ധന നിയമങ്ങളായിട്ട് നമ്മൾ എക്സ്ട്രാ ആയിട്ട് പഠിക്കുന്ന നിയമങ്ങളാണ് കേട്ടോ. അപ്പം ഓരോന്നും കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഓൾറെഡി വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. വീഡിയോസൊക്കെ നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാം. അടുത്തത്, പിയാഷയുടെ അഭിപ്രായത്തിൽ ജീവനില്ലാത്തവർക്കും ജീവനുള്ളവയുടേതുപോലെ ഗുണങ്ങളുണ്ടെന്ന കുട്ടികൾ സങ്കല്പിക്കുന്നത് ഏത് ഘട്ടത്തിലാണ്? അമൂർത്ത ചിന്തനഘട്ടം, ഇന്ദ്രിയ ചാലകഘട്ടം, പ്രാക് മനോവ്യാപാരഘട്ടം, മൂർത്ത ചിന്തനഘട്ടം. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് പിയാഷയുടെ ആണെങ്കിലും അല്ലെങ്കിൽ അതുപോലെ വരുന്ന കോൾബർഗിൻ്റെയും എറിക് എറിക്സൻ്റെയൊക്കെ സ്റ്റേജുകൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ആ സ്റ്റേജുകളുടെ പ്രത്യേകത എന്താണെന്ന് അറിഞ്ഞിരിക്കണം. നമുക്ക് ഫ്രോയിഡിൻ്റെ കാര്യം നോക്കിയാൽ സൈക്കോസെക്ഷൽ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞ് അവിടെയും എന്ത് ചെയ്യുന്നു? ഡിവിഷൻ വരുന്നുണ്ട്. അപ്പോൾ ഓരോ ഡിവിഷൻ്റെയും പ്രത്യേകതകൾ മനസ്സിലാക്കി പഠിക്കണം. ഇവിടെ എന്താണ്? ജീവനില്ലാത്തവയ്ക്കും ജീവനുള്ളവയുടെ പോലെയുള്ള ഗുണങ്ങളുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയുക? അനിമിസം എന്ന് പറയും അല്ലേ? അപ്പോൾ എന്താണ്? നമ്മളിപ്പോൾ കയ്യിലിരിക്കുന്ന പാവക്കുട്ടി, അതിനും ജീവനുണ്ട്, അതിനും ആഹാരം കൊടുക്കമ്മ എന്ന് കുട്ടി പറയുന്ന സ്റ്റേജ് ഏതാണ്? ഏത് സ്റ്റേജാണ്? പ്രാക് മനോവ്യാപാര ഘട്ടത്തിലാണ് കുട്ടി അത്തരത്തിൽ പെരുമാറുന്നത്. ഇതിനെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഓരോ ഘട്ടത്തെക്കുറിച്ചും കൃത്യമായിട്ട് പഠിക്കാനായിട്ട് സാധിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മേഖലയാണ്, തെറ്റിപ്പോകാൻ സാധ്യതയുള്ളതാണ്, പെട്ടെന്ന് മറന്നു പോകുന്ന മേഖലയാണ്. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്ത് തന്നെ പഠിക്കുക.
അടുത്തത് പഠന പ്രവർത്തനത്തിൽ സഹകരണാത്മക പഠനം, സഹവർത്തിത പഠനം എന്നിവയ്ക്ക് പ്രാമുഖ്യം നൽകണമെന്ന് വാദിച്ചത് ആരാണ്? പിയാഷെ, ബ്രൂണർ, വൈഗോട്സ്കി, നോം ചോംസ്കി. അപ്പം നോക്കിക്കേ, ഇവിടെ നമുക്ക് എന്താണ് സഹകരണാത്മക പഠനം, സഹവർത്തിത പഠനം, കൊലാബറേറ്റീവ് ലേണിംഗ്, കോപ്പറേറ്റീവ് ലേണിംഗ്, ഇത്തരം ആശയങ്ങൾ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പം നമുക്ക് പിയാഷെയും ചോംസ്കിയും ഒക്കെ ഇതിൽ ഒഴിവാക്കാം അല്ലേ. പിയാഷെ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കോഗ്നിറ്റീവ് ആ ഒരു മേഖലയിലോട്ടാണ് പോകുന്നത്. ചോംസ്കി എന്ന് പറയുമ്പോൾ അദ്ദേഹം ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ്. പിന്നെ നമുക്കൊരു കൺസ്ട്രക്റ്റിവിസവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടവരാണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. ബ്രൂണറാണോ വൈഗോട്സ്കി ആണോ? ബ്രൂണർ എന്ന് പറയുമ്പോൾ നമുക്ക് ഡിസ്കവറി ലേണിംഗ് പോലെയുള്ള ആശയങ്ങളാണ്. നമുക്കിവിടെ ആൻസർ എന്താ വരിക? വൈഗോട്സ്കി ആണ് വരുന്നത്. ഫൈനലി KCF 2007 അടിസ്ഥാനമാക്കിയിട്ടുള്ള പാഠ്യപദ്ധതി മുന്നോട്ട് വയ്ക്കുന്ന പഠന രീതികളിൽ പെടാത്തത് ഏതാണ്? KCF 2007 എന്ന് പറയുമ്പോൾ കേരള കരിക്കുലം ഫ്രെയിംവർക്കാണ്. നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് 2005 അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് കേരള കരിക്കുലം ഫ്രെയിംവർക്കും നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ പെടാത്തത് ഏതാണ്? സമസംഘ പഠനം, സഹവർത്തിത പഠനം, സഹകരണാത്മക പഠനം, ലെക്ചർ. അപ്പം നോക്കിക്കേ, പുതിയ പഠന രീതി എപ്പോഴും എങ്ങനെയാണ്? കോപ്പറേറ്റ് ചെയ്തുകൊണ്ടുള്ള, കൊലാബറേറ്റ് ചെയ്തുകൊണ്ടുള്ള, പിയർ ഗ്രൂപ്പിനെ ഇൻക്ലൂഡ് ആയിട്ടുള്ള പഠനമാണ് നമുക്ക് അറിയാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏതായിരിക്കും ഉൾപ്പെടാത്തത്? തീർച്ചയായിട്ടും ലെക്ചർ ആയിരിക്കും. ലെക്ചർ മെത്തേഡ് എന്താണ്? ഒരു ട്രഡീഷണൽ മെത്തേഡാണ്. ഇപ്പോൾ അതിൽ നിന്നൊക്കെ മാറി നമ്മൾ പെഡഗോജിക്കൽ അപ്രോച്ചാണ് സ്വീകരിക്കുന്നത് തീർച്ചയായിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് ലെക്ചർ എന്നുള്ള ഒരാശയം KCF 2007 മുന്നോട്ട് വെക്കുന്നതല്ല. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. എത്ര എണ്ണത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് ശരിയാക്കാൻ കഴിഞ്ഞു എന്ന് നമുക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് നിങ്ങൾ അറിയിക്കുക. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്